ബ്ലൂ മോസ്ക് അഥവാ സുൽത്താൻ അഹമ്മദ് മോസ്കിൻ്റെ മെയിൻ എൻട്രൻസിൽ കൂടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ റോഡിൻ്റെ മറുഭാഗത്ത് ഹാഗിയ സോഫിയയുടെ മനോഹരമായ മകുടവും മിനാരവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഹാഗിയ സോഫിയ ഇസ്താംബുൾ നഗരത്തിലെ ഫാത്തിയ ഡിസ്ട്രിക്റ്റിൽ സുൽത്താൻ അഹമ്മദ് മൈതാനിൻ്റെ അടുത്ത് കാണുന്ന മനോഹരമായ പാർക്കിൻ്റെ അടുത്താണ് ഈ ഒരു ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പാർക്കിൻ്റെ ഒരു ഭാഗത്ത് ബ്ലൂ മോസ്കും മറുഭാഗത്ത് ഹയാ സോഫിയ അഥവാ ഹാഗിയ സോഫിയ. ഒട്ടോമൻ സുൽത്താന്മാരുടെ ഭരണകാലത്ത് പണികഴിപ്പിച്ച വളരെ ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ സ്മാരകങ്ങളിൽ ഒന്ന്. ഈ അവശേഷിക്കുന്ന സ്മാരകങ്ങളിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ബ്ലൂ മോസ്കിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ബ്ലൂ മോസ്കിൻ്റെ വിശേഷങ്ങളടങ്ങിയ യൂട്യൂബിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ബ്ലൂ മോസ്ക് കണ്ടിട്ട് ഞങ്ങളിപ്പോൾ പാർക്കിലേക്ക് വന്നു. ആ സെയിം വാട്ടർ ഫൗണ്ടൈൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. വാട്ടർ ഫൗണ്ടൈൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഹാഗിയ സോഫിയയുടെ അല്ലെങ്കിൽ ഹയാ സോഫിയയുടെ മനോഹരമായ ആ ഒരു പൂർണ്ണ രൂപം നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഹയാ സോഫിയയുടെ ചരിത്രവും കാഴ്ചകളും വിസ്മയ കാഴ്ചകളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തായാലും എൻ്റെ ടർക്കി കാഴ്ചകളുടെ വിശേഷങ്ങളുടെ 9ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബ്ലൂ മോസ്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ഈ പാർക്കിലെത്തി. ഏകദേശം 10 മിനിറ്റോളം ഞങ്ങൾ ഈ പാർക്കിൽ ചെലവഴിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ഒരുപാട് വിനോദസഞ്ചാരികളെ അവിടെ കാണുവാൻ കഴിയും. ചരിത്ര സ്മാരകങ്ങളായ ബ്ലൂ മോസ്കും അതുപോലെ തന്നെ ഹാഗിയ സോഫിയൊക്കെ കണ്ടതിന് ശേഷം ആ ചരിത്രങ്ങളെക്കുറിച്ചും കാണാ കാഴ്ചകളെക്കുറിച്ചും വിസ്മയ കാഴ്ചകളെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ ചെയ്യുന്ന ഗ്രൂപ്പുകളായിരുന്നു കൂടുതൽ പേര്. അവരോടൊപ്പം അവരുടെ ഗൈഡുമാരും ഉണ്ടായിരുന്നു. സമയം ഏകദേശം 6:45 പാർക്കിലേക്ക് ഒരുപാട് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ടതിനേക്കാൾ നല്ല തിരക്ക്. സൂര്യൻ ഇതുവരെ അസ്തമിച്ചിട്ടില്ല. നല്ല വെയിൽ, നല്ല ചൂട്, നല്ല ഹ്യൂമിഡിറ്റി. പാർക്കിന് മറുഭാഗത്താണ് ഹാഗിയ സോഫിയ അഥവാ ഹയാ സോഫിയ. ചരിത്ര സ്മാരകമായ ഹാഗിയ സോഫിയയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഏകദേശം 100-120 മീറ്ററോളം നടക്കാനുണ്ട്. 7 മണിക്ക് മുൻപേ നമുക്ക് ഹാഗിയ സോഫിയയുടെ സെക്യൂരിറ്റി ഗേറ്റിലെത്തണം. അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. സന്ദർശകർക്ക് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ മാത്രമേ സന്ദർശിക്കാനുള്ള അനുമതിയുള്ളൂ, അല്ലെങ്കിൽ പെർമിഷനുള്ളൂ. സന്ദർശനം തികച്ചും സൗജന്യമാണ്. ഹയാ സോഫിയയുടെ കാഴ്ചകൾ കണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. ഈ പാർക്കിൽ നിന്ന് ഹയാ സോഫിയയുടെ കാഴ്ചകൾ കാണുവാൻ വേണ്ട പോണ ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. അവരോടൊപ്പം ഞങ്ങൾ നടന്നു നീങ്ങുകയാണ്. സെക്യൂരിറ്റി ഗേറ്റിലെത്തി. ഉള്ളിൽ കയറിയിട്ട് അകത്തെ വിസ്മയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഞങ്ങളുടെ പ്ലാനുകളെല്ലാം തെറ്റി. കറക്റ്റ് 7 മണിക്ക് മുൻപേ നമുക്ക് ഈ സെക്യൂരിറ്റി ഗേറ്റിൽ എത്താൻ കഴിഞ്ഞില്ല. കാര്യം ഞങ്ങൾക്ക് മുൻപേ കുറേ സന്ദർശകരുണ്ടായിരുന്നു. അവരൊക്കെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഗേറ്റ് അടയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ കുറേ റിക്വസ്റ്റ് ചെയ്തു. ഫഹദിൻ്റെ പിറ്റേന്നുള്ള ടിക്കറ്റൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി തന്നത്. പ്രവേശിക്കുന്നതിന് മുൻപ് ഫഹദായിരുന്നു മുൻപേ പോയത്. അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റിയും അതുപോലെ തന്നെ മതമൊക്കെ ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം ആൻസർ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു. ഒരുപക്ഷെ ഞാനാണ് മുൻപിലെങ്കിൽ ഞാൻ എൻ്റെ രാജ്യവും അതുപോലെ തന്നെ എൻ്റെ മതമൊക്കെ പറയുവാണെങ്കിൽ ചിലപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ഒരു മതാടിസ്ഥാനത്തിൽ അവർ വേർതിരിവ് കാണിച്ചുകൊണ്ട് എനിക്കെന്തോ ഒരു നീരസം തോന്നി. എന്തായാലും ഞങ്ങൾ ഈ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പുറത്തെ കാഴ്ചകൾ കാണുമ്പോഴത്തേക്ക് ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണോ അതോ ഒരു മുസ്ലിം പള്ളിയാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും തോന്നും. പിന്നെയാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണമുണ്ടായത്. അപ്പം റോമൻ പള്ളികളുടെ ഒരു ശൈലിയും അതുപോലെ തന്നെ ഒട്ടോമൻ സുൽത്താന്മാരുടെ ഭരണകാലത്ത് ഇത് ഏറ്റെടുത്തത് കൊണ്ട് അവരുടേതായ ഒരു ശൈലിയും ഈ പള്ളിയുടെ നിർമ്മിതികളിൽ പല ഭാഗത്തും അവർ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹയാ സോഫിയയുടെ ഹാഗിയ സോഫിയയുടെ പുറത്തെ കാഴ്ചകളാണ്, അല്ലെങ്കിൽ പുറത്തെ നിർമ്മിതികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഹയാ സോഫിയ അഥവാ ഹാഗിയ സോഫിയയുടെ ചരിത്രമൊന്ന് നോക്കാം. ടർക്കിയിലെ പ്രധാന നഗരമായ ഇസ്താംബുളിലാണ് ഹയാ സോഫിയ സ്ഥിതി ചെയ്യുന്നത്. ഹയാ സോഫിയ എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ
വിശുദ്ധ ജ്ഞാനത്തിൻ്റെ ഗേഹം എന്നർത്ഥം. ടർക്കിയിലെ വാസ്തുവിദ്യയുടെ വിസ്മയത്തിൻ്റെ ഒരു അത്ഭുത നിർമ്മിതി കൂടിയാണിത്. 1500 വർഷങ്ങൾക്ക് മുൻപ് അയാ സോഫിയ നിർമ്മിക്കപ്പെട്ടത് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പള്ളിയായിട്ടാണ്. AD 565 ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ ഒന്നാമനാണ് അയാ സോഫിയ നിർമ്മിച്ചത്. അയാ സോഫിയ നിർമ്മിക്കപ്പെടുന്ന സമയത്ത് കേവലം ഒരു ആരാധനാലയം മാത്രമല്ലായിരുന്നു, അത് ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രവും സാംസ്കാരിക ചിഹ്നവും കൂടിയായിരുന്നു. അതിനുശേഷം 13-ാം നൂറ്റാണ്ടിൽ കുരിശുയുദ്ധ പോരാളികൾ ഈ പള്ളി പിടിച്ചെടുത്ത് ഒരു റോമൻ കത്തീഡ്രലാക്കി മാറ്റി. 1204 മുതൽ 1262 വരെ ഒരു കത്തോലിക്ക പള്ളിയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്തത്. ഓർത്തഡോക്സ് വിഭാഗവും കത്തോലിക്ക വിഭാഗവും വലിയൊരു സംഘർഷം നടന്നു. പള്ളി പിടിച്ചെടുക്കൽ ഇപ്പോൾ മാത്രമല്ല, പണ്ട് മുതലേ തുടങ്ങിയ ഒരു ഏർപ്പാട് ആണ് എന്നത് അയാ സോഫിയയുടെ ചരിത്രം നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഒടുവിൽ ഓർത്തഡോക്സ് വിഭാഗം പള്ളി പിടിച്ചെടുത്ത് പിന്നീട് 1453 മുഹമ്മദ് രണ്ടാമൻ ബൈസന്റൈന് കീഴടക്കി. അതിനുശേഷമാണ് ഒട്ടോമൻ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. ഒട്ടോമൻ സാമ്രാജ്യം സ്ഥാപിതമായതിനു ശേഷവും അവരും അയാ സോഫിയെ അവരുടെ ബിസിനസ് സാമ്രാജ്യവും സാംസ്കാരിക ചിഹ്നവുമാക്കി തന്നെ നിലനിർത്തി. പിന്നീട് അയാ സോഫിയെ ഒരു മുസ്ലിം പള്ളിയാക്കി സംരക്ഷിക്കുവാനും പ്രാർത്ഥന നടത്തുവാനും സുൽത്താൻ മുഹമ്മദ് ഉത്തരവിട്ടു. അതോടൊപ്പം 4 വലിയ മിനാരങ്ങൾ നിർമ്മിച്ച് ഈ പള്ളിയോട് കൂട്ടിച്ചേർത്തു. 1934 വരെ അയാ സോഫിയ ഒരു മുസ്ലിം പള്ളിയായി തന്നെ തുടർന്നു. പള്ളിയുടെ അകത്ത ചുവരുകളിലുണ്ടായിരുന്ന ക്രൈസ്തവ ചിഹ്നങ്ങളും വേദവാക്യങ്ങളെല്ലാം പ്ലാസ്റ്റർ ചെയ്തു മറയ്ക്കപ്പെട്ടു. 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം ഒട്ടോമൻ സാമ്രാജ്യം തകരുകയും ടർക്കിയിൽ മുസ്തഫ കമൽ അത്താതുർക്ക് അധികാരത്തിൽ എത്തുകയും ചെയ്തു. അത്താതുർക്ക് അധികാരത്തിൽ വന്നതിന് ശേഷം ടർക്കിയെ ഇസ്ലാമിക രാജ്യം എന്നതിൽ നിന്ന് മാറ്റി ഒരു മതേതര രാജ്യമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. 1934 അയാ സോഫിയെ ഒരു മ്യൂസിയമാക്കി മാറ്റി പിന്നീട് അത്താതുർക്ക് പ്രഖ്യാപിച്ചു. മ്യൂസിയമാക്കി മാറ്റിയ ലോകത്തെ ആദ്യത്തെ മുസ്ലിം പള്ളി കൂടിയാണ് അയാ സോഫിയ. പിന്നീട് വന്ന ഭരണാധികാരികൾ അയാ സോഫിയയുടെ മ്യൂസിയം എന്ന പദവി മാറ്റുകയും അതിനെ ഒരു മുസ്ലിം പള്ളിയായി പിന്നീട് പ്രഖ്യാപിക്കുകയുണ്ടായി. മുസ്ലിം പള്ളിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ലോകത്തെ പല ക്രിസ്ത്യൻ രാജ്യങ്ങളും ഈ തീരുമാനത്തിനെതിരെ ടർക്കിക്കെതിരെ തിരിയുകയും ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പം അതൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. നമ്മളിപ്പം ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പള്ളിയുടെ ഉൾഭാഗത്തെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷം 1 കോടിയിലധികം ആൾക്കാരാണ് അയാ സോഫിയയും അതുപോലെ തന്നെ ബ്ലൂ മോസ്കും ടോപ്കാപ്പി പാലസൊക്കെ സന്ദർശിക്കുന്നത്. മനോഹരമായ ക്രിസ്ത്യൻ ചരിത്രമുള്ള ഒരു മുസ്ലിം പള്ളിയുടെ ഉൾഭാഗം. ഒരുപാട് ആൾക്കാരാണ് ഈ സമയത്തും ഈ പള്ളിയുടെ ഉൾഭാഗത്തെ കാഴ്ചകളൊക്കെ കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. 7:30 മണിയാകുമ്പോഴത്തേക്ക് പള്ളിയിൽ നിന്ന് ആൾക്കാരെ പുറത്തേക്ക് അയക്കുകയും പള്ളി ക്ലോസ് ചെയ്യുകയും ചെയ്യും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ മാത്രമേ സന്ദർശകർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സന്ദർശനം തികച്ചും സൗജന്യമാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഹാഗിയ സോഫിയ അഥവാ അയാ സോഫിയയുടെ ചരിത്രങ്ങളും വിസ്മയ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ടർക്കി വിശേഷങ്ങളുടെ ആദ്യത്തെ ദിവസമാണിന്ന്. ഇന്ന് രാവിലെ ടർക്കിയിൽ എത്തിയതിനു ശേഷം ഞാൻ ആദ്യം വിസിറ്റ് ചെയ്തത് നൂർ ഓസ്മാനിയ മോസ്കാണ്. അതിനുശേഷം ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോടു കൂടി ചരിത്രപ്രസിദ്ധമായ ബ്ലൂ മോസ്ക് വിസിറ്റ് ചെയ്തു. ബ്ലൂ മോസ്ക് കണ്ടതിനു ശേഷം എത്തിയിരിക്കുന്നത് ഹാഗിയ സോഫിയ അഥവാ അയാ സോഫിയയിലേക്കാണ്. ഹാഗിയ സോഫിയയുടെ ചരിത്രങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:30 മണിയായി. പള്ളിയിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7:30 മണി വരെ മാത്രമേ പള്ളിയുടെ ഉള്ളിൽ ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സന്ദർശിക്കാനുള്ള അനുമതിയുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എൻ്റെ ടർക്കി വിശേഷങ്ങളുടെ മറ്റ് കാഴ്ചകളിലേക്ക് നിങ്ങളെ നാളെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇന്ന് സമയം കിട്ടുമെങ്കിൽ ടോപ്കാപ്പി പാലസ് സന്ദർശിക്കാൻ പോകാനിരിക്കുകയാണ്. അപ്പോൾ ടോപ്കാപ്പി പാലസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ഒരു എപ്പിസോഡിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റു കാഴ്ചകൾ.
എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മനോഹരമായ ടർക്കിയുടെ മറ്റ് കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ വീഡിയോകളും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റേതായ ലിങ്കുകളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മനോഹരമായ മറ്റൊരു ടർക്കി വിശേഷങ്ങളുടെ കാഴ്ചകളും വിസ്മയങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.